സംസ്ഥാനത്ത് പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമാകുന്നു. കൊച്ചി നഗരത്തിൽ പല ഹോട്ടലുകളും അടച്ചുപൂട്ടി. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമൃദ്ധി ഹോട്ടലുകളും പ്രതിസന്ധിയിലാണ്. പാചകം ചെയ്യാൻ കൂടുതൽ LPG ആവശ്യമായി വരുന്ന വിഭവങ്ങൾ മെനുവിൽ നിന്നും ഒഴിവാക്കിയതായി സമൃദ്ധിയിലെ ജീവനക്കാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലും വലിയ രീതിയിൽ തന്നെ പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. കൊച്ചി നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഈ പാചകവാതക സിലിണ്ടർ ക്ഷാമം മൂലം പല ഹോട്ടലുകളും അടഞ്ഞുകിടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ വളരെ വിലക്കുറവിൽ ഭക്ഷണം ലഭിക്കുന്ന സമൃദ്ധി ഹോട്ടലിലാണ്. ഇവിടെയും ഇന്ന് രാവിലെ ഭക്ഷണം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. പൂർണ്ണമായി തന്നെ ഈ ഹോട്ടലും അടഞ്ഞുകിടക്കുകയാണ്. ഇവിടെ രാവിലെ ആഹാരം തേടി വന്നവർക്ക് ആഹാരം നൽകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പൂർണ്ണമായ വലിയ പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ എറണാകുളം നഗരവും കടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ പ്രതിസന്ധി? ഗ്യാസിൻ്റെ ലഭ്യതക്കുറവാണ്. കാരണം ഇപ്പോൾ നമുക്ക് മോർണിംഗ് ഒരു 11 മണിക്ക് സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ അത് 9:30 ആയപ്പോൾ തന്നെ ഇന്ന് ക്ലോസ് ആയി. അപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ദോശയും പുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ബാക്കിയെല്ലാം അവിടെ നിന്ന് സമൃദ്ധിയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അത് തീർന്നു. അവിടെ ഉണ്ടാക്കാൻ വേറെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഉള്ള ലിമിറ്റഡ് വെച്ച് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു നഗരപ്രദേശമാണ്. ഇവിടെ പുറത്തു നിന്നുള്ളവരും ജോലിക്കാരുമാണ് സ്ഥിരമായി ഇവിടെ എത്തുന്നത്. അപ്പോൾ അവർ പ്രതീക്ഷിച്ചെത്തുകയാണ്. ഭക്ഷണം എത്തുമ്പോൾ അവരെ തിരിച്ച് പറഞ്ഞു വിടുന്ന ഒരു രീതിയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മാറിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഇപ്പോൾ കുറേ പേര് 9:30 കഴിഞ്ഞ് വന്ന കുറേ പേര് തിരിച്ചു വിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. അപ്പം കുറേ ഇവിടെ ഉള്ള സ്റ്റുഡൻസും അല്ലാതെ തന്നെ ജോലിക്കാരും ഒക്കെ മിതമായ നിരക്കിലായതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ കുറേ പേര് തിരിച്ചു വിട്ടു. അപ്പം അതിൻ്റേതായ സെയിലിൻ്റെ കുറവ് അല്ലുന്നുണ്ട്. നമുക്കൊരു 40% ഇടിവരെ വന്നിട്ടുണ്ട് സെയിലിൽ ഇപ്പം തന്നെ. നിങ്ങൾ ഈ ഗ്യാസ് കമ്പനികളെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ടോ? അവരോട് എന്താണ് പറയുന്നത്? നമ്മുടെ സർക്കാർ പറയുന്നത് ഇത് വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടില്ല, ഉടൻ പരിഹരിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നാം കൺമുൻപിൽ കാണുന്നത് മറ്റൊരു രീതിയാണല്ലോ. നമ്മൾ അവരോട് ചോദിക്കുമ്പം കിട്ടാനില്ല. നമുക്ക് തരാൻ നിർവാഹമില്ല. ഇവിടെ ഡെയിലി നമ്മളൊരു 5 കുറ്റി ഗ്യാസൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഇപ്പം ഒന്നും വരാനില്ല. ഇവിടെ ഇപ്പോൾ 2 ഗ്യാസ് കുറ്റിയുണ്ട്. അതുകൂടി തീർന്നാൽ ഇവിടുത്തെ ചായയുടെ കൂടി തീരും. അല്ല നമുക്ക് വേറെ രക്ഷയില്ലേ. അങ്ങനെയാണെങ്കിൽ നാളെ പുലരുമ്പോൾ ഇത് ഒരു അടച്ചിടേണ്ട രീതി. ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ മിക്കവാറും നമുക്ക് അടച്ചിടേണ്ട തന്നെ അവസ്ഥ വരും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി രൂപപ്പെട്ടിരിക്കുന്നത്. സാധാരണക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു ഹോട്ടലിൽ ഇന്ന് രാവിലെ എത്തിയ ആൾക്കാർക്ക് ഈ ആഹാരം കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് പ്രതിസന്ധിയിലേക്കാണ് മാറിയിരിക്കുന്നത്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഈ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഇനി എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആഹാരം ഇവിടെ ഇപ്പോൾ ഉള്ള മെനു നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. കസ്റ്റമർ ചോദിക്കണ മെനു ഭയങ്കര പരിമിതമായിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. 2 ദിവസമായിട്ട് ഇവിടെ ദോശ പുട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് പൊതുവേ ഈ സാഹചര്യത്തെ നോക്കിക്കാണും? ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു ഇതാണ് ഈ സമൃദ്ധിയിൽ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഉച്ചക്ക് ഇതിനാണെങ്കിലും. ഇപ്പോൾ 2 ദിവസമായിട്ട് കുറവാണ്. നമുക്ക് അവർ കസ്റ്റമർ ചോദിക്കണ സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റണില്ല. പരിമിതമായിട്ടേ നമുക്ക് കുറച്ചേ ഉള്ളൂ. അത് കൊടുത്തിപ്പോൾ ഈ 11-11:15 വരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 10-10:15 തന്നെ നമുക്ക് രാവിലത്തെ ഭക്ഷണക്രമം പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉച്ചയ്ക്ക് ഇനി ഉച്ചക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഉച്ചക്ക് നമുക്ക് പൊതുവായി സാധാരണയായിട്ട് നമുക്ക് ബിരിയാണി ഐറ്റംസാണ് കൂടുതൽ പോകുന്നത്. ചട്ടിച്ചോറ്, പൊതിച്ചോറ്, പിന്നെ സമുദ്ര സദ്യ. ഇപ്പം നമുക്കത് 4ഉം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ ആഗ്രഹിച്ച ഭക്ഷണം നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. മീൽസ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ മെനുവിൽ ഈ പരിമിതി മൂലം നമുക്ക് മെനുവിൽ കുറവാണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല പൊതുവെ. വീട്ടിൽ ഇപ്പോൾ നിലവിൽ ഗ്യാസ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഇതില്ല. ഗ്യാസ് ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടാണെങ്കിലും വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കണില്ല. ഇന്നലെ പുതിയൊരു നിർദ്ദേശം വന്നിട്ടുണ്ടല്ലോ, 45 ദിവസത്തിൻ്റെ കഴിഞ്ഞ് ബുക്ക് ചെയ്യാൻ കഴിയുമെന്ന്. അതിനെല്ലാം എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗ്യാസ് എടുത്താൽ മിനിമം ഒരു മാസമൊക്കെ അല്ലേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് അവരങ്ങനെ 45 ദിവസം കഴിഞ്ഞിട്ടാണ് തന്നെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇപ്പോൾ അടുപ്പ് പോലും കത്തിക്കാൻ പറ്റാത്ത വീടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് എന്തായാലും നമുക്ക് നിർബന്ധമാണ്. അത് വേണം നമുക്ക്. ഇപ്പോൾ കിലോമീറ്ററുകൾക്ക് അകലെ നടക്കുന്ന യുദ്ധം നമ്മളെ ബാധിച്ചു തുടങ്ങിയല്ലേ? അതെ, നന്നായിട്ട് ബാധിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളും കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്
വരും. ഗ്യാസ് എന്തായാലും നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുണ്ടെങ്കിലല്ലേ നമുക്ക് പാചകം ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇല്ലാണ്ടും കുറേ ആൾക്കാർ വലയണുണ്ടാവും. എന്തായാലും ഇത് ഈ ഹോട്ടലിൽ മാത്രമല്ല പലയിടങ്ങളിലും ഈ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നു. നാം സമീപത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ തുറന്നിട്ടുണ്ട്, രാവിലെ കുറച്ചെങ്കിലും തുറന്നിട്ടുണ്ട്. മറ്റു പ്രദേശങ്ങളിൽ പൂർണ്ണമായി 2 ദിവസമായി അടഞ്ഞു കിടക്കുന്ന സാഹചര്യം തന്നെയുണ്ട്. ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നാണ് ഈ ഹോട്ടലുകൾ നോക്കുന്നത്. എന്തായാലും ഇത് ഉടൻ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ ക്യാമറമാൻ റഷീദിനോടൊപ്പം KJ ശ്രീജിത്ത്, എറണാകുളം, കേരള വിഷൻ.